ദ പെന്തക്കോസ്റ്റ് മിഷൻ എന്ന പേരിൽ അറിയപ്പെടുന്ന TPM സഭയുടെ തുടക്കം എങ്ങനെയാണ്, ചരിത്രം എന്താണ്, നമുക്ക് അന്വേഷിക്കാം. 1924 ശ്രീലങ്കയിലെ കൊളംബോയിൽ മലയാളിയായ പാസ്റ്റർ പോൾ ആരംഭിച്ച സഭയാണ് ദ പെന്തക്കോസ്റ്റ് മിഷൻ എന്ന പേരിൽ ഇന്ന് അറിയപ്പെടുന്നത്. അന്ന് അതിന്റെ പേര് സിലോൺ പെന്തക്കോസ്റ്റ് മിഷൻ എന്നായിരുന്നു. തൃശൂരിലെ എങ്ങണ്ടിയൂരിൽ ഒരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട രാമൻകുട്ടിയാണ് പിൽക്കാലത്ത് പാസ്റ്റർ പോൾ എന്ന പേരിൽ പ്രസിദ്ധനായത്. 19-ാം നൂറ്റാണ്ടിന്റെ അവസാന കാലഘട്ടത്തിലൊക്കെ കേരളത്തിൽ നിന്ന് ധാരാളം ആളുകൾ സിലോണിലേക്ക് ജോലി തേടി യാത്രയാകുമായിരുന്നു. അങ്ങനെ തന്റെ 14-ാമത്തെ വയസ്സിൽ രാമൻകുട്ടി തൃശൂരിൽ നിന്ന് കൊളംബോയിലേക്ക് യാത്രയായി. കൊളംബോയിൽ CMS സഭാംഗമായ ഡോക്ടർ അസ്രപ്പ എന്ന വ്യക്തിയുടെ വീട്ടിലാണ് രാമൻകുട്ടിക്ക് ജോലി ലഭിച്ചത്. ഡോക്ടറോടൊപ്പം പലപ്പോഴും CMS പള്ളിയിൽ ആരാധനകളിൽ പങ്കെടുക്കുകയും അവരുടെ കൂട്ടായ്മകളിൽ പങ്കാളിയാകുകയും ചെയ്തതോടെ ക്രിസ്തീയ സഭയെക്കുറിച്ചും യേശുക്രിസ്തുവിനെക്കുറിച്ചും ഏകദേശ ധാരണകളും ക്രൈസ്തവ സഭയുടെ പ്രവർത്തനങ്ങളിൽ ബാലപാഠങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചു. 18-ാം വയസ്സിലും 21-ാം വയസ്സിലും രാമൻകുട്ടിക്ക് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയുണ്ടാകുകയും അങ്ങനെ ആ പ്രത്യക്ഷതകളുടെ പരിണത ഫലമായി രാമൻകുട്ടി യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുകയും രാമൻകുട്ടി എന്ന പേര് മാറ്റി പോൾ എന്ന പേരിൽ CMS സഭയുടെ ഒരു അംഗമായി മാറുകയും ചെയ്തു. കൊളംബോയിലെ CMS സഭയിൽ വളരെ ഉത്സാഹിയായി സഭാപ്രവർത്തനങ്ങളിൽ വ്യാപൃതനായ ഈ ചെറുപ്പക്കാരനെ മിഷണറിമാർക്ക് വളരെ ഇഷ്ടമായി. അവർ അദ്ദേഹത്തെ കോട്ടയത്തുള്ള CMS സെമിനാരിയിലേക്ക് വൈദിക പഠനത്തിനായി അയച്ചു. 2 വർഷത്തെ പഠനാനന്തരം പോൾ മടങ്ങി കൊളംബോയിലെത്തുകയും CMS വൈദികനായി ശുശ്രൂഷ ആരംഭിക്കുകയും ചെയ്തു. ദൈവവചനം കൂടുതൽ പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ താൻ ഇപ്പോൾ അനുവർത്തിക്കുന്ന ക്രിസ്തീയ ജീവിതത്തിന് എന്തൊക്കെയോ പോരായ്മയുണ്ടെന്ന് പോളിന് ബോധ്യപ്പെട്ടു. അങ്ങനെ ഇരിക്കെയാണ് മദ്രാസിൽ നിന്ന് ചില ഓസ്ട്രേലിയൻ മിഷണറിമാർ കൊളംബോയിലെത്തുകയും ചില പ്രാർത്ഥനാ സമ്മേളനങ്ങൾ നടത്തുകയും ചെയ്യുന്നത്. ആ യോഗങ്ങളിൽ പങ്കെടുത്ത പോൾ വിശ്വാസ സ്നാനത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും വിശ്വാസ സ്നാനം സ്വീകരിക്കുവാൻ തയ്യാറാകുകയും ചെയ്തു. ഇത് 1921 അതേ വർഷം തന്നെ അദ്ദേഹം പരിശുദ്ധാത്മാ നിറവ് അന്യഭാഷ അടയാളത്തോടെ പ്രാപിക്കുകയും ചെയ്തു. അങ്ങനെ പരിശുദ്ധാത്മാ നിറവ് പ്രാപിക്കുകയും സ്നാനപ്പെടുകയും ഒക്കെ ചെയ്തെങ്കിലും അദ്ദേഹം CMS വൈദികൻ എന്നുള്ള തന്റെ ജോലിയിൽ ചില വർഷങ്ങൾ കൂടെ തുടർന്നു. 1924 ആയപ്പോഴേക്ക് അപ്പോസ്തോലിക കാലത്തെ പോലെയുള്ള വിശ്വാസ ജീവിതത്തെക്കുറിച്ചുള്ള കൃത്യമായൊരു ദർശനം പോളിന് ലഭിച്ചു. അതോടെ അദ്ദേഹം വൈദിക വൃത്തി ഉപേക്ഷിക്കുകയും തൻ്റെ എല്ലാ വസ്തുവകകളും തൻ്റെ കുടുംബത്തിന്റെ സമ്പാദ്യങ്ങളുമെല്ലാം വിറ്റൊഴിഞ്ഞ് ഒരു വാടക വീടിലേക്ക് തന്റെ താമസം മാറ്റുകയും ഒരു ചെറിയ പ്രാർത്ഥനാ കൂട്ടായ്മ അവിടെ ആരംഭിക്കുകയും ചെയ്തു. ഇതാണ് പിൽക്കാലത്ത് സിലോൺ പെന്തക്കോസ്ത് മിഷൻ എന്ന പേരിൽ ലോകമെങ്ങും വ്യാപിച്ച ഒരു സഭയായി മാറ്റപ്പെട്ടത്. ഇതിനകം തന്നെ കുടുംബസ്ഥനായിരുന്ന പോളിന്റെ ഭാര്യ മേരി തൃശൂർ സ്വദേശിയായിരുന്നു. ഈ ദമ്പതികൾക്ക് 5 മക്കൾ ഉണ്ടായിരുന്നു. 3 ആൺമക്കളും 2 പെൺമക്കളും. സിലോൺ പെന്തക്കോസ്ത് മിഷന്റെ ആരംഭത്തിൽ തന്നെ ഊർജ്ജസ്വലനായ ഒരു ചെറുപ്പക്കാരനെ പാസ്റ്റർ പോളിന് സഹപ്രവർത്തകനായി ലഭിച്ചു. അദ്ദേഹത്തിന്റെ പേര് പാസ്റ്റർ ആൽവിൻ. ഈ ആൽവിനാണ് ദ പെന്തക്കോസ്ത് മിഷന്റെ അല്ലെങ്കിൽ പഴയ സിലോൺ പെന്തക്കോസ്ത് മിഷന്റെ ഉപദേശങ്ങളും ജീവിത രീതികളും എല്ലാം ചിട്ടപ്പെടുത്തിയത്. സഭയെ വളർച്ചയിലേക്ക് നയിക്കുന്നതിലും അദ്ദേഹത്തിന് നിർണായകമായ പങ്കാണ് ഉണ്ടായിരുന്നത്. കൊളംബോയിൽ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുമ്പോൾ തന്നെ കേരളത്തിൽ നിന്ന് കൊളംബോയിലെത്തി ജോലി ചെയ്യുന്ന പല മലയാളികളും ഈ സഭയുടെ ഭാഗമാകുകയും സിലോൺ പെന്തക്കോസ്ത് മിഷന്റെ ഉപദേശങ്ങളിൽ ആകൃഷ്ടരാകുകയും ചെയ്തു. അതോടെ പാസ്റ്റർ പോളും പാസ്റ്റർ ആൽവിനും തങ്ങളുടെ പ്രവർത്തന മേഖല ഇന്ത്യയിലേക്ക് കൂടെ വ്യാപിപ്പിക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെ 1928 അവർ കേരളത്തിലെത്തുകയും മധ്യ തിരുവിതാംകൂറിലും തെക്കൻ തിരുവിതാംകൂറിലും വിവിധ മീറ്റിങ്ങുകളിൽ സുവിശേഷ പ്രസംഗങ്ങൾ നടത്തുകയും ചെയ്തു. ആ സമയമായപ്പോഴേക്ക് കേരളത്തിൽ ശക്തമായ ഒരു പെന്തക്കോസ്ത് മുന്നേറ്റം നടക്കുന്ന കാലഘട്ടമായിരുന്നു. അമേരിക്കൻ മിഷണറി റവറൻഡ് RF കുക്കിന്റെ നേതൃത്വത്തിൽ പെന്തക്കോസ്ത് സഭാപ്രവർത്തനങ്ങൾ ശക്തി പ്രാപിക്കുന്നു. സുറിയാനി ക്രിസ്ത്യാനി സഭകളിൽ നിന്ന് പെന്തക്കോസ്ത് വിശ്വാസം സ്വീകരിച്ച ചെറുപ്പക്കാരായ കുറെ ശുശ്രൂഷകന്മാർ പാസ്റ്റർ RF കുക്കിനോട് സഹകരിച്ച് പ്രവർത്തിച്ചിരുന്നു.
1929-30 കാലഘട്ടമായപ്പോഴേക്ക് ഭാരതത്തിൽ സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരി കൊള്ളുന്ന കാലമായിരുന്നു. വൈദേശികമായ എല്ലാറ്റിനെയും എതിർക്കുക എന്ന ചിന്ത പൊതുവിൽ എല്ലായിടത്തും വ്യാപിക്കുന്ന ഒരു കാലഘട്ടം. സുറിയാനി ക്രിസ്ത്യാനികളായ ഈ ചെറുപ്പക്കാരായ സുവിശേഷകർ 8 പേർ ചേർന്ന് പാസ്റ്റർ R.F. കുക്ക് എന്ന അമേരിക്കൻ മിഷണറിയുമായുള്ള ബന്ധം വിച്ഛേദിച്ച് ഒരു സ്വതന്ത്ര സഭയായി മാറുവാൻ തീരുമാനിച്ചു. അങ്ങനെ അവർ തെന്നിന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ എന്ന പേരിൽ ഒരു സഭ രൂപീകരിക്കുകയും അവരുടെ പ്രവർത്തനങ്ങൾ സ്വതന്ത്രമാക്കുകയും ചെയ്തു. ഇതേ കാലഘട്ടത്തിൽ തന്നെയാണ് സിലോണിൽ നിന്ന് പാസ്റ്റർ പോളും ആൽവിനും പെന്തക്കോസ്തിന്റെ നവീനമായ ഒരു ഉപദേശവുമായി കേരളത്തിലെത്തുന്നത്. അവരുടെ ഉപദേശത്തിന്റെ പ്രത്യേകത അപ്പോസ്തോലിക കാലത്തെ പോലെയുള്ള വിശ്വാസ ജീവിതം എന്നുള്ളതായിരുന്നു. കുറച്ചുകൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ, ശുശ്രൂഷകന്മാർ വസ്തുവകകൾ സമ്പാദിക്കുകയോ സ്വന്തമായി സ്വകാര്യ സമ്പാദ്യങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്യാതെ സകലവും പൊതുവകയെന്നെണ്ണി ശുശ്രൂഷ ജീവിതം നയിക്കുന്ന ഒരാശയമായിരുന്നു അവർ ഇവിടെ പ്രചരിപ്പിച്ചത്. 1930 മലങ്കര പെന്തക്കോസ്ത് സഭ എന്ന കുക്ക് സാഹിബിന്റെ സഭ മുട്ടുമണ്ണിൽ നടത്തിയ ഒരു യോഗത്തിൽ പാസ്റ്റർ ആൽവിനും പാസ്റ്റർ പോളും മുഖ്യ പ്രസംഗകരായി പങ്കെടുത്തു. അവരുടെ ആശയങ്ങളോട് കുക്ക് സാഹിബ് മുഖം തിരിച്ചെങ്കിലും പാസ്റ്റർ K.E. എബ്രഹാം, പാസ്റ്റർ K.C. ചെറിയാൻ, പാസ്റ്റർ കൊടുന്തറ ഉമ്മച്ചൻ തുടങ്ങിയ സുറിയാനി ക്രിസ്ത്യാനി നേതാക്കൾ ഇതിന് അനുകൂലമായി പ്രതികരിച്ചു. അവർ സിലോൺ പെന്തക്കോസ്ത് മിഷനുമായി സഹകരിച്ച തങ്ങളുടെ പ്രസ്ഥാനമായ തെന്നിന്ത്യ പെന്തക്കോസ്ത് സഭയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ തീരുമാനിച്ചു. അങ്ങനെ 2 സഭകൾ ആത്മീയമായി ഒന്നിച്ച് സഹകരിക്കുവാൻ തീരുമാനിച്ചതോടുകൂടെ പാസ്റ്റർ ആൽവിന്റെയും പാസ്റ്റർ പോളിന്റെയും ആശയങ്ങൾക്ക് തെന്നിന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയിലെ ശുശ്രൂഷകന്മാരുടെ ഇടയിലും വിശ്വാസികളുടെ ഇടയിലും വലിയ സ്വാധീനമുണ്ടായി. മാത്രവുമല്ല, തെക്കൻ തിരുവിതാംകൂറിൽ തിരുവനന്തപുരം ഭാഗത്ത് നേരത്തെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന പാസ്റ്റർ PM സാമുവേലും അദ്ദേഹത്തിനോട് കൂടെയുള്ള 17 സഭകളും ഈ സിലോൺ പെന്തക്കോസ്ത് മിഷനുമായി പല നിലകളിൽ സഹകരിച്ചു കൊണ്ടിരിക്കുന്ന സഭകളായിരുന്നു. അതേപോലെ തന്നെ ആറാമട കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കൊച്ചുകുഞ്ഞു സന്യാസിയും അദ്ദേഹത്തിന്റെ കീഴിലുള്ള സഭകളും സിലോൺ പെന്തക്കോസ്തിന്റെ ആശയങ്ങളോട് താല്പര്യമുള്ളവരായിരുന്നു. ഈ 2 സഭാ പ്രസ്ഥാനങ്ങളും തെന്നിന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ഭാഗമായി മാറുവാൻ ഈ സിലോൺ സഭയുമായുള്ള ബന്ധം ഒരു കാരണമായി മാറി. അങ്ങനെ തെന്നിന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ ശക്തമായി വളർച്ച പ്രാപിച്ചു. ഇന്ന് നാം കാണുന്ന ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ആദ്യ രൂപമാണ് തെന്നിന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ തെന്നിന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയിലെ നേതാക്കന്മാർക്കിടയിൽ പാസ്റ്റർ ആൽവിന്റെയും പാസ്റ്റർ പോളിന്റെയും നവീനമായ ഉപദേശങ്ങളോട് ഒരു വിരക്തി ഉണ്ടായി. പല ഉപദേശങ്ങളും അവർക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കാതെ വന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആൽവിന്റെ ഒരു പുതിയ നിർദ്ദേശമായിരുന്നു. അതായത്, പരിശുദ്ധാത്മ നിറവ് അന്യഭാഷ അടയാളത്തോടുകൂടെ പ്രാപിച്ചിട്ടില്ലാത്ത ആളുകളുടെ കൈക്കീഴിൽ സ്നാനപ്പെട്ട വ്യക്തികൾ വീണ്ടും പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ച ശുശ്രൂഷകന്മാരുടെ കൈക്കീഴിൽ സ്നാനപ്പെടണമെന്നുള്ള ഒരു നിർദ്ദേശം ആൽവിൻ മുന്നോട്ട് വെച്ചു. ഈ നിർദ്ദേശം ഉൾക്കൊള്ളുവാൻ തെന്നിന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയിലെ ലീഡേഴ്സിന് സാധിക്കയില്ലായിരുന്നു. പ്രധാനപ്പെട്ട കാരണം അത് വചനവിരുദ്ധമാണ് എന്നുള്ളത് മാത്രമല്ല, K.E. എബ്രഹാം, K.C. ചെറിയാൻ, K.C. ഉമ്മൻ തുടങ്ങിയ ഈ മുൻനിര നേതാക്കൾ എല്ലാവരും തന്നെ ബ്രദറൻ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു. അവിടെയുള്ള ബ്രദറൻ ശുശ്രൂഷകന്മാരുടെ കൈക്കീഴിൽ സ്നാനമേറ്റവരായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ വീണ്ടും സ്നാനപ്പെടണമെന്നുള്ള നിർബന്ധം അംഗീകരിക്കുവാൻ അവർക്ക് സാധിക്കുകയില്ലായിരുന്നു. ഈ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ തെന്നിന്ത്യ പെന്തക്കോസ്ത് സഭയുടെ ലീഡേഴ്സ് കൂടിയാലോചിക്കുകയും പാസ്റ്റർ ആൽവിനുമായി നിരന്തരമായ കത്തിടപാടുകൾ നടത്തുകയും ചെയ്തു. ഉപദേശപരമായ ഈ തർക്കങ്ങളിൽ മറ്റു ചില വിഷയങ്ങൾ കൂടെ അവർ ചൂണ്ടിക്കാണിച്ചു. വിവാഹം വിലക്കുന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ശുശ്രൂഷകന്മാരും ശുശ്രൂഷക്കാരത്തികളും വിവാഹം കഴിക്കാതെ ജീവിക്കുന്നു എന്നുള്ളത് ഒരു തെറ്റായ ഉപദേശമായി തെന്നിന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ലീഡേഴ്സ് ചൂണ്ടിക്കാണിച്ചു. മറ്റൊരു കാര്യം വിശ്വാസ ഭവനങ്ങളോടുള്ള എതിർപ്പായിരുന്നു. ഫെയ്ത്ത് ഹോമുകൾ എന്നറിയപ്പെടുന്ന ഈ സ്ഥാപനങ്ങളിൽ സ്ത്രീ പുരുഷന്മാർ ഒന്നിച്ച് താമസിക്കുന്നതിനെ ഈ ലീഡേഴ്സ് ശക്തമായി എതിർത്തു. കൂടാതെ ദൈവശാസ്ത്രപരമായ ചില വിഷയങ്ങളിലും അവർക്ക് എതിർപ്പുണ്ടായിരുന്നു. 7 ഉയർപ്പുകൾ പോലെയുള്ള വിഷയങ്ങളിലും
ആ വിയോജിപ്പ് അവർ പ്രകടിപ്പിച്ചു. ആൽവിനുമായ എഴുത്തുകുത്തുകൾക്ക് യാതൊരു ഫലവും കാണാതെ വന്നതോടുകൂടെ 1934 തെന്നിന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ സിലോൺ പെന്തക്കോസ്ത് മിഷനുമായി തങ്ങളുടെ 3 വർഷത്തെ ബന്ധം അവസാനിപ്പിക്കുകയും സ്വതന്ത്ര പ്രസ്ഥാനമായി മുന്നോട്ട് പോകുകയും ചെയ്തു. തെന്നിന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുമായുള്ള ബന്ധം അവസാനിപ്പിച്ചതോടെ സിലോൺ പെന്തക്കോസ്ത് സഭ അവരുടെ പ്രവർത്തനങ്ങൾ കേരളത്തിലും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും വിശാലമാക്കി. 1933 ആദ്യത്തെ വിശ്വാസ ഭവനം തൂത്തുക്കുടിയിൽ ആരംഭിച്ചു. പിന്നീട് ഇങ്ങോട്ട് ഇന്ത്യയിലുടനീളം അവർക്ക് ധാരാളം സഭകളുണ്ടായി. അതെല്ലാം പിൽക്കാല ചരിത്രമാണ്. സഭ 1963 ഇന്ത്യയിൽ സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു സഭയായി മാറി. 1970 ശ്രീലങ്കയിലെ സിലോൺ പെന്തക്കോസ്ത് സഭയ്ക്ക് ഒരു എപ്പിസ്കോപ്പൽ സഭയുടെ പദവി ഗവൺമെന്റ് നൽകി. 1984 ഇന്ന് നാം അറിയുന്നത് പോലെ ദ പെന്തക്കോസ്ത് മിഷൻ എന്ന പേര് സഭ സ്വീകരിക്കുന്നത്. അതിനൊരു പ്രത്യേക കാരണമുണ്ട്. ശ്രീലങ്കയിൽ തമിഴ് പുലികളുടെ കലാപങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലം സിലോൺ പെന്തക്കോസ്ത് മിഷൻ എന്നുള്ള പേരുള്ള പല സ്ഥലങ്ങളും ആക്രമിക്കപ്പെടുകയും വലിയ പ്രതിസന്ധി ഉടലെടുക്കുകയും ചെയ്തപ്പോഴാണ് സഭാ നേതൃത്വം സഭയുടെ പേര് മാറ്റുവാൻ തീരുമാനിച്ചത്. ഇന്ത്യയിൽ മാത്രമല്ല, വിദേശത്ത് പല രാജ്യങ്ങളിലും പല പേരുകളിലാണ് ഈ സഭ അറിയപ്പെടുന്നത്. 1945 ജൂലൈ 4 സഭാസ്ഥാപകനായ പാസ്റ്റർ പോൾ നിര്യാതനായി. പാസ്റ്റർ പോളിന്റെ മരണത്തെ തുടർന്ന് സഹപ്രവർത്തകനും സഭയുടെ ഉപദേശങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിക്കുകയും ചെയ്ത പാസ്റ്റർ ആൽവിൻ RD ആൽവിസ് സഭയുടെ ചീഫ് പാസ്റ്ററായി നിയമിതനായി. 1945 മുതൽ 1962 വരെ പാസ്റ്റർ ആൽവിൻ സഭയുടെ ചീഫ് പാസ്റ്ററായി ചുമതല വഹിച്ചു. എന്നാൽ സഭയ്ക്ക് വേണ്ടി താൻ രൂപപ്പെടുത്തിയ ശുശ്രൂഷകന്മാർ ബ്രഹ്മചര്യം ആചരിക്കണമെന്ന് തുടങ്ങിയ ഉപദേശങ്ങൾ അദ്ദേഹം തന്നെ ലംഘിക്കുകയും സഭ അദ്ദേഹത്തെ ചീഫ് പാസ്റ്റർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കുകയും ചെയ്തത് സഭ നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഒന്നായിരുന്നു. പാസ്റ്റർ ആൽവിന്റെ പുറത്താക്കലിനെ തുടർന്ന് പാസ്റ്റർ പോളിന്റെ മകനായ പാസ്റ്റർ ഫ്രെഡി ചീഫ് പാസ്റ്ററായി നിയമിതനായി. 1973 വരെ അദ്ദേഹം ചീഫ് പാസ്റ്റർ പദവിയിലിരുന്നു. തുടർന്ന് സഭയ്ക്ക് നേതൃത്വം കൊടുത്ത പാസ്റ്റർമാരുടെ പേരുകൾ ഇപ്രകാരമാണ്: പാസ്റ്റർ AC തോമസ്, പാസ്റ്റർ ജേക്കബ് ടെക്നസിംഗം, പാസ്റ്റർ VG സാമുവേൽ, പാസ്റ്റർ ഹെൻറി ഏണസ് പോൾ, പാസ്റ്റർ CK ലാസറസ്, പാസ്റ്റർ PM തോമസ്, പാസ്റ്റർ TU തോമസ്, പാസ്റ്റർ വിൽസൺ ജോസഫ്, പാസ്റ്റർ വെസ്ലി പീറ്റർ, പാസ്റ്റർ N സ്റ്റീഫൻ. 2018 ചീഫ് പാസ്റ്ററായ N സ്റ്റീഫന്റെ നിര്യാണത്തെ തുടർന്ന് ഇപ്പോഴത്തെ ചീഫ് പാസ്റ്ററായ പള്ളിപ്പാട് സ്വദേശി പാസ്റ്റർ എബ്രഹാം മാത്യു ആ പദവിയിലേക്ക് എത്തി. ഡെപ്യൂട്ടി പാസ്റ്ററായി തൃശൂർ സ്വദേശിയായ പാസ്റ്റർ MD തോമസ് പ്രവർത്തിക്കുന്നു. ഒപ്പം അസോസിയേറ്റ് ഡെപ്യൂട്ടി ചീഫ് പാസ്റ്ററായി ശ്രീലങ്കൻ സ്വദേശിയായ പാസ്റ്റർ G ജയവും പ്രവർത്തിക്കുന്നു. സഭയ്ക്ക് ഇപ്പോൾ 70 രാജ്യങ്ങളിലായി 3000-ലധികം ലോക്കൽ സഭകളുണ്ട്. ഒപ്പം 15,000-ലധികം പൂർണ്ണ സമയ ശുശ്രൂഷകരും. തമിഴ്നാട്ടിലെ ചെന്നൈയിലെ ഇരുമ്പല്ലിയൂരിലാണ് സഭയുടെ ആസ്ഥാനം ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അവിടെ എല്ലാ വർഷവും സഭയുടെ അന്തർദേശീയ കൺവെൻഷൻ വിപുലമായ നിലയിൽ നടന്നു വരുന്നു. കൂടാതെ കേരളത്തിൽ കൊട്ടാരക്കര, ശ്രീലങ്കയിൽ കൊക്കാവിള, അമേരിക്കയിൽ പെൻസിൽവാനിയ എന്നിവിടങ്ങളിലും സഭയ്ക്ക് ആസ്ഥാനങ്ങളും അന്തർദേശീയ കൺവെൻഷനുകളും നടക്കുന്നുണ്ട്. ദ പെന്തക്കോസ്ത് മിഷൻ സഭയ്ക്ക് സഭാ ഹാളുകളും കൺവെൻഷൻ സെന്ററുകളുമല്ലാതെ ബൈബിൾ കോളേജുകളോ സെമിനാരികളോ ഒന്നും സ്വന്തമായില്ല. അതുപോലെ തന്നെ സാമൂഹ്യ സേവന രംഗത്തും സഭയ്ക്ക് കാര്യമായ ഇടപെടലുകളില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. ഇത്രയുമൊക്കെയാണ് ദ പെന്തക്കോസ്ത് മിഷൻ സഭയുടെ ചരിത്രമായി നമുക്ക് പറയുവാനുള്ളത്. ദ പെന്തക്കോസ്ത് മിഷൻ സഭയുമായി ബന്ധപ്പെട്ട് 2 വീഡിയോകളാണ് ഇതിനകം ഞാൻ പബ്ലിഷ് ചെയ്തത്. 3ാമത്തെ വീഡിയോയായി ഈ ചരിത്ര വസ്തുതകൾ വ്യക്തമാക്കുന്നു. അടുത്ത ഭാഗത്ത് സഭയുടെ ഉപദേശങ്ങളെ കുറിച്ച് പറയുവാൻ താല്പര്യപ്പെടുന്നു. മറ്റ് പെന്തക്കോസ്ത് സഭകളുമായി ദ പെന്തക്കോസ്ത് മിഷൻ സഭയെ വ്യത്യസ്തമാക്കുന്ന ഉപദേശങ്ങൾ എന്തൊക്കെയാണ്? കാത്തിരിക്കുക അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി.